ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. വൈശാഖ മാസം ഇന്ന് ആരംഭിക്കുകയാണ്. മാധവ മാസം എന്നും പേരിൽ അറിയപ്പെടുന്നു. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഈ മാസത്തിൽ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് 30 അധ്യായങ്ങളിലായിട്ട് 30 ദിവസം ഓരോ അധ്യായം പാരായണം ചെയ്യുകയാണ്. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട്. ഹരിശ്രീ ഗണപതയേ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുഖാജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നു യുദ്ധമാക്കി പെണ്ണി ശുദ്ധമാനസേവാലേ. പുത്തൻ തേൻ പഴം പഞ്ചസാരയോമിളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു ഗുണമാം മോക്ഷമാർഗം ഉപദേശിച്ചിടണം. കേടറ്റ വാക്യമേവം കേട്ടൊരു നേരം കിളി പേടയും കുതൂഹലം ആവണ്ണ ചെയ്തു. വാരണനുഗമുമാവല്ലഭാത്മജം വിഘ്ന വാരണം ഭജിക്കുന്നേ മനസാ സദാകാലം. ഭാരതീ ദേവി ഗൗരി താരിൽ മാനിനി ഗംഗ സാരസഭവമുഖ സാരസ നിവാസിനി. വാരിജമുഖി മമ മാനസമായിരുന്ന വാരിജം തന്നിൽ തെളിഞ്ഞെപ്പോഴും വസിക്കേണം. സൽഗുണനിധികളാം മൽഗുരബുധരുടെ തൃക്കഴലനാരദം ഭക്ത്യാ ഞാൻ ഭജിക്കുന്നേ. ദേവകീതനയനും മാമുനി കദംബവും ദേവവൃന്ദവും മഹാദേവനും വിരിഞ്ചനും സർവദേവതകളും സജ്ജനങ്ങളും ഇന്നീ സർവകാലവും അനുഗ്രഹിപ്പാൻ വന്നിക്കുന്നേ. സൂര്യാമാദി ഗുരു ഭൂതനാമിന്മാതുലൻ കാരുണ്യമോടുമനുഗ്രഹിപ്പാൻ വന്നിക്കുന്നേ. ചൊൽക്കൊള്ളും ബാലി പ്രതിഷ്ഠേശ്വരാലയമേവും വിഖ്യാതൻ നാരായണനായ പണ്ഡിത ശ്രേഷ്ഠൻ. മൽഗുരുവരൻ പദം ദേവപാദോപമ ഉൾക്കൊല്ലും നിങ്ങൾ വിരസിടുവാൻ വന്നിക്കുന്നേ. പത്മവല്ലഭനാദി പത്മസംഭവാനന പത്മഭക്തിയുള്ളതായ വിപ്രന്മാരുടെ പദ പത്മസഞ്ജയം മമ മാനസമായിരുന്ന പത്മത്തിലനാരദം വസിപ്പാൻ വന്നിക്കുന്നേ. വേദങ്ങൾ തന്നിൽ മറഞ്ഞിരിക്കുമാദിനാഥൻ വേദബ്രാഹ്മണരുടെ ഹൃദയേ വസിക്കുന്നു. വേദിയരിവരോത്താൽ ഈശ്വര വിഗ്രഹന്മാർ വേദമുണ്ടെന്നു തോന്നും അജ്ഞാനചിത്തന്മാർക്ക്. സ്നേഹവർത്തികളേറ്റം ഉണ്ടായാലത്ര ശോഭ മോഹന ദീപങ്ങൾക്കു വർദ്ധിക്കുമതുപോലെ. തപസൂചിക മൂലം താപസരാഭൂമിവർ ശപിപ്പാനുണ്ട് ശക്തി വരവും കൊടുത്തിടും. അത്ര മാഹാത്മ്യമുള്ള നിരിനീസുരവംശം നിത്യവും അനുഗ്രഹിച്ചിടുവാൻ വന്നിക്കുന്നേ. അതിബാലകരുടെ വചനം കേട്ടാലുള്ളിൽ കൗതുകമുണ്ടായി വരും ജനതാദികൾക്കെല്ലാം. അതിമൂഢത കേടും പെൺമൊഴി കേട്ടാലേവും മതിമാന്മാർക്കു കുതൂഹലമായി വരേണം. കർമ്മം തന്നിൽ കിടന്നിടുന്ന രത്നാദികൾ വികൃതം ശുദ്ധീകരിച്ചെടുക്കുമതുപോലെ. വ്യാധികനായുള്ളവൻ ഔഷധം സേവിക്കുമ്പോൾ സാധുതൻ ചിന്തമല്ല ചിന്തിതം രോഗഹരം എന്നതുപോലെ ഭക്തരിക്കഥ ചെവി കൊണ്ടു നന്നായിട്ടനുഗ്രഹം നൽകുവിൻ മടിയാതെ. കേട്ടുകൊള്ളുവീനെങ്കിൽ
ശൗനകാദികൾ മുന്നം വാട്ടമന്യേ സുതൻ തന്നോട് ചോദ്യം ചെയ്താൻ. ചൊല്ലു ചൊല്ലിനീയുണ്ണി മാധവ മഹാത്മ്യങ്ങൾ അല്ലലെല്ലാമേ തീരും നിൻമൊഴി കേട്ടാലോ. ഇങ്ങനെ മഹാമുനിമാരുടെ വാക്യം കേട്ടു പൊങ്ങിന മോദം കൊണ്ടു പുഞ്ചിരി കൊണ്ടു മന്ദം. വന്ദ്യനാം സുതൻ നിജ ഗുരുവാം വ്യാസൻ തന്നെ വന്ദനം ചെയ്തു ഭക്ത്യാ പറഞ്ഞു തുടങ്ങിനാൻ. നിങ്ങളെന്നോടു ചോദ്യം ചെയ്തതുപോലെ മുന്നം അംബരീഷനാം മൃഗൻ നാരദ മുനിയോടു ചോദിച്ച നേരം മുനി മന്ദഹാസവും ചെയ്തു സാദരമരുൾ ചെയ്താൻ. കേൾക്ക നീ മഹീപതേ. കമലേക്ഷണൻ വിഷ്ണു ഭഗവാൻ നാരായണൻ കമലാദേവി തന്നോടരുളി ചെയ്തതല്ല. കമലോത്ഭവൻ പുല്ലോരിനോടു മരുൾ ചെയ്തു വിമലാലയേ മാസ മഹാത്മ്യം പുണ്യപ്രദം. ദ്വാദശ മാസങ്ങളിൽ ഉത്തമം വൈശാഖമൻ ആദരവോടു ധരിച്ചിടു നീ മഹീപതേ. ഇത്തരമരുൾ ചെയ്ത നേരത്തു നൃപൻ ചൊന്നാൻ വിസ്തരിച്ചരുളി ചെയ്തിടേണം മഹാമുനി. എന്തോന്നു നല്ല ദാനം എന്തതിൻ ഫലമെന്നും എന്തെല്ലാം കൊണ്ടു പൂജ വേണ്ടതു നിന്നതെല്ലാം സന്തോഷം പാരം നമു എന്നു കേട്ടൊരു മുനി ശാന്തനാം നൃപൻ തന്നോടരുളി ചെയ്തിടിനാൻ. കാർത്തിക മാഘ വൈശാഖങ്ങൾ അന്വേഷ മുഖ്യം. കാർത്തിക മാഘങ്ങളിൽ വൈശാഖമേറ്റം മുഖ്യം. സർവജീവങ്ങൾ കൂടൻ മാതാവെന്നതുപോലെ സർവകാലവും ഇഷ്ടം നൽകും വൈശാഖവ്രതം. മാനസ വചന കർമ്മങ്ങൾക്കു സദാകാലം മാനുഷശ്രേഷ്ഠരാജരിച്ചിടുക വിശേഷിച്ചും. സർവവിദ്യകളിലും ശ്രേഷ്ഠമായതു വേദം സർവമന്ത്രങ്ങളിലും പ്രണവമതുപോലെ. വൃക്ഷങ്ങളതിൽ ശ്രേഷ്ഠം കൽപ്പക വൃക്ഷം നൂനം. പക്ഷിജാതിയിൽ ശ്രേഷ്ഠം ഗരുഡനറികെടു. ധേനുവംശത്തിൽ കാമധേനുവിനേറ്റം മുഖ്യം. ഭാനുമാനല്ലോ നൂനം തേജസാംബരമിടു. വർണ്ണത്തിൽ ദിശൻ പ്രിയ വസ്തുവിൽ പ്രാണൻ തന്നെ. നിർണയമായുധത്തിൽ ചക്രമോക്കെടു വീര. വൈഷ്ണവന്മാരിൽ ശംഭു വിഷ്ണുദേവന്മാർക്കെല്ലാം വാഹിനികളിൽ ഗംഗ. ലോകജാതിയിൽ സ്വർണം കൗസ്തുഭം രത്നങ്ങൾക്കു മുഖ്യമെന്നറിയനി. സത്യമോക്കെടു നാനാ മാസി വൈശാഖം മുഖ്യം. മാനവസ്നാനത്തിനു തുല്യമായി മറ്റൊന്നില്ല മാധവ പ്രീതിക്കുന്നു മാധവനരുൾ ചെയ്തു. ഭക്തിയോടപ്പോതയെ തന്മാസി സ്നാനം ചെയ്താൽ ദുഷ്കൃതമശേഷവും നശിക്കുമത്രയല്ല. വൈശാഖ സ്നാനം കൊണ്ടു കൊണ്ടാടും ജനങ്ങൾക്കും കേശവൻ പ്രസാദിച്ചു സൽഗതി കൊടുത്തിടും. തന്മാസി സ്നായത്തിനാൽ ഒരുവൻ ഭക്തി കൊയ്ക്കൊള്ളും. ഉണ്മയിലൊരു പദം നടന്നാലെന്നാകിലോ 10,000 അശ്വമേധം ചെയ്തതിൻ ഫലം അതിനുണ്ടെന്നു വിധി താനരുൾ ചെയ്തിടിനാൻ. തൽക്കാലേ ബ്രഹ്മാണ്ടാന്തർഗത തീർത്ഥങ്ങളുടെ ചൊൽക്കൊള്ളും സാന്നിധ്യങ്ങൾ ഒക്കവേ വിശേഷിച്ചു. കുംഭകൂപാദികളിലൊഴിഞ്ഞു പ്രാജ്ഞേ കാലേ സംഭവിച്ചിടുമതു കാരണമേറ്റം ഫലം. സർവതീർത്ഥവും സർവദേവതമാരും മോദാൽ ഉർവീശ ബഹിർജലേ വസിക്കും മേഷമാസേ. ഭാസ്കരോദയം മുതലാറു നാഴിക നേരം നിൽക്കുമാ തീർത്ഥങ്ങളും ദേവതാമാരും. പിന്നെ സ്നാനം ചെയ്യാതെയുള്ള ജനത്തെ ശപിച്ചുടൻ ധ്യാനം ചെയ്തവൻ പിന്നെ സ്വത്താനെ വസിച്ചിടും. കാസര നദീതടകാദികൾ തോറും ചെന്നു വാസം ചെയ്യേണം നിങ്ങൾ മാധവ പ്രാജ്ഞകാലേ. സർവതീർത്ഥങ്ങളോടും യുദ്ധമാജ്ഞയെ ചെയ്തു സർവലോകികനാഥൻ ഭക്തവത്സലൻ മുന്നം. സ്കാന്തമാം പുരാണത്തിൽ പ്രഥമാധ്യായം ചൊന്നേൻ മന്നവർ ശ്രേഷ്ഠ കേട്ടു കൊണ്ടാലുമിനിയും നീ. ഓം തത്സത്. ഇത് ശ്രീ വൈശാഖ മഹാത്മ്യേ പ്രഥമോധ്യായഃ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. വൈകുണ്ഠ മഹാത്മ്യം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.